ഹലോ ഗൈസ്, നമ്മുടെ +2 ബോട്ടണിയിൽ 5 ചാപ്റ്ററിലാണ് ഉള്ളത്. 5 മുതൽ 1.5 ചാപ്റ്ററാണ്. നിങ്ങൾക്ക് അറിയാലോ മക്കളെ. ചിലവർ 5 ചാപ്റ്ററും പഠിച്ചുണ്ടാക്കാൻ നേരം എന്താ ചെയ്യുന്ന അറിയാമോടാ? NCERT കൊടുത്തിരിക്കുന്ന ഓർഡറിൽ അങ്ങ് പഠിക്കും. സെക്സ് റീപ്രൊഡക്ഷൻ, ബയോടെക്നോളജി 1, 2, ഓർഗാനിസം, പോപ്പുലേഷൻ, എക്കോസിസ്റ്റം. ചിലപ്പോൾ ഈ ഓർഡറിലായിരിക്കും പഠിക്കുക. ചിലർ പഠിക്കുക ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ചിലപ്പോൾ സെക്സ് റീപ്രൊഡക്ഷൻ ആയിരിക്കും, അത് വായിക്കും. പിന്നെ ഇഷ്ടമുള്ളത് എക്കോസിസ്റ്റം ആയിരിക്കും, ചിലപ്പോൾ അത് വായിക്കും. പിന്നെ ഇഷ്ടമുള്ളത് ഓർഗാനിസം, പോപ്പുലേഷൻ ആയിരിക്കും, അത് വായിക്കും. അങ്ങനെ ഇഷ്ടമുള്ള ഓർഡറിൽ പഠിക്കുന്നവരുമുണ്ട്. സത്യത്തിൽ NCERTന്റെ ഓർഡറിൽ പഠിക്കുന്നതായിക്കോട്ടെ, ഇഷ്ടമുള്ളതിന്റെ ഓർഡറിൽ പഠിക്കുന്നതായിക്കോട്ടെ, ഈ രണ്ട് രീതിയിലും അല്ല മക്കളെ നമ്മൾ ഒരു സബ്ജക്റ്റിന്റെ ചാപ്റ്ററുകൾ പഠിക്കേണ്ടത്. ഒരു സബ്ജക്റ്റിന്റെ ചാപ്റ്റർ എങ്ങനെയാ സാർ പഠിക്കേണ്ടത്? വെയിറ്റേജ് നോക്കിയിട്ടാ. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആദ്യം പഠിക്കണം. ഏറ്റവും കുറവ് ചോദിക്കുന്നത് എത്ര സിമ്പിൾ ചാപ്റ്റർ ആണെങ്കിലും അത് ലാസ്റ്റേ പഠിക്കാൻ പാടുള്ളൂ. അതിനിടയ്ക്കുള്ളവരെ പിന്നീട് പഠിക്കണം. പറഞ്ഞ മനസ്സിലായോ? ഏറ്റവും വെയിറ്റേജ് കൂടിയത് ആദ്യം പഠിക്കുക, അതിനിടയ്ക്ക് നമ്മരെ അടുത്ത് പഠിക്കുക, ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞവനെ ലാസ്റ്റും പഠിക്കുക. ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ സാറേ നോക്കുന്നത്? ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ ഏതൊക്കെ, കുറഞ്ഞ ചാപ്റ്ററുകൾ ഏതൊക്കെ, അതാ നമ്മൾ നോക്കാൻ പോകുന്ന മക്കളെ. വേഗം വാടാ. +1 ബോട്ടണിയിലെ 5 ചാപ്റ്ററുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ 3 കൊല്ലത്തെ വെയിറ്റേജ് ആണ് കമ്പയർ ചെയ്യുന്നത്. 2024 മാർച്ചിലെ കഴിഞ്ഞ കൊല്ലത്തെ, 2024 മോഡൽ എക്സാമിന്റെ, 2023 മാർച്ച് എക്സാം മെയിൻ എക്സാമിന്റെ. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സെക്സ് റീപ്രൊഡക്ഷൻ നോക്കും മക്കളെ, സകല കൊല്ലവും 8 മാർക്കിന്, ഇക്കൊല്ലവും 8 മാർക്കിന് തന്നെ, ഒരു വ്യത്യാസം കാണൂല. സെക്സ് റീപ്രൊഡക്ഷൻ പഠിച്ചാൽ 8 മാർക്ക് കിട്ടും. ഈ ചാപ്റ്ററിൽ 8 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാം. കാരണം എന്താ? ഈ ചാപ്റ്ററിൽ +1 കഴിഞ്ഞ് +2ലേക്ക് വരുമ്പോൾ നന്നാകണമെന്ന് കരുതുന്ന ടീച്ചർ പഠിപ്പിച്ചൊക്കെ നല്ല വൃത്തിക്ക് ലൈവും കണ്ടൊക്കെ പഠിച്ച ചാപ്റ്ററാ സെക്സ് റീപ്രൊഡക്ഷൻ. ഒന്നും പഠിക്കാതെ തന്നെ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ രീതി നിങ്ങളുടെ തലയിൽ ആ ചാപ്റ്റർ ഉണ്ടെന്ന് നിങ്ങൾക്ക് എനിക്കറിയാം. ഓക്കെ, അതുകൊണ്ട് ഈ ചാപ്റ്റർ ഒട്ടുമിക്കവർക്കും അറിയുന്ന ചാപ്റ്ററാ. അതുകൊണ്ട് സുഖമായിട്ട് മക്കളെ 8 മാർക്കിങ് പോരും. ഇത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത ചാപ്റ്ററിലേക്ക് നോക്കുക. ബയോടെക്നോളജി 1 കഴിഞ്ഞ കൊല്ലം 9 മാർക്കിന് ഈ ചാപ്റ്ററിന് വന്നു. 8 മാർക്ക് ബാക്കി 2 കൊല്ലങ്ങളിൽ. ബയോടെക്നോളജി 2ലേക്ക് വരുമെങ്കിലോ അത് 7 മാർക്ക് ഞാൻ ചോദിച്ചുള്ളൂ. പക്ഷെ അതിന് മുമ്പുള്ള കൊല്ലങ്ങളിൽ 8 മാർക്ക് ഉണ്ടായിരുന്നു. ഓർഗാനിസം, പോപ്പുലേഷൻ 7, 7, 8, 7 മാർക്ക് നിങ്ങൾ കൂട്ടിയാൽ മതി. എക്കോസിസ്റ്റവും എപ്പോഴും 7 മാർക്കാണ്. എൻ്റെ പോലെ മക്കൾ, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു കുട്ടി ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണ്? ഈ 5 ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് ബയോടെക്നോളജി 1. ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തു മനസ്സിലായി സാർ? ബയോടെക്നോളജി 1 ആദ്യം പഠിക്കണം. പിന്നെ ഏതാ പഠിക്കേണ്ടത്? സെക്സ് റീപ്രൊഡക്ഷൻ. ഞാൻ പക്ഷെ സെക്സ് റീപ്രൊഡക്ഷൻ പഠിക്കണമെന്ന് അധികം പറയാറില്ല. കാരണം എന്താ? സെക്സ് റീപ്രൊഡക്ഷൻ ഒരുപാട് വട്ടം സ്കൂളിലൊക്കെ എക്സാം നടത്തിയും ഫസ്റ്റ് ടൈമോ സെക്കൻഡ് ടൈമോ മോഡൽ എക്സാമിനൊക്കെ നടത്തി നിങ്ങളുടെ തലയിൽ ഓൾറെഡി അത് പതിഞ്ഞു കാണാം ചാപ്റ്റർ. ഒന്നും പഠിക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ 5 ചാപ്റ്ററിൽ സെക്സ് റീപ്രൊഡക്ഷൻ ആയിരിക്കും നല്ലതുപോലെ. അപ്പൊ സെക്സ് റീപ്രൊഡക്ഷൻ ഐഡിയ ഉള്ളവർ അവിടെ തന്നെ ഇരിക്കട്ടെ. ഈ ചാപ്റ്റർ ഒക്കെ നോക്കിയിട്ട് സെക്സ് റീപ്രൊഡക്ഷൻ നോക്കിയാൽ മതി. സെക്സ് റീപ്രൊഡക്ഷൻ ഐഡിയ ഇല്ല സാർ, എനിക്ക് ആ ചാപ്റ്റർ വൃത്തിക്കറിയില്ല എന്നുള്ളവര് ബയോടെക്നോളജി 1 കഴിഞ്ഞാൽ ഉടനെ തന്നെ സെക്സ് റീപ്രൊഡക്ഷൻ പഠിച്ചോണം. സെക്സ് റീപ്രൊഡക്ഷനെ കുറിച്ച് ഐഡിയ ഉള്ളവർ ബയോടെക്നോളജി 1 പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ബയോടെക്നോളജി 2 വേണം പഠിക്കാൻ. ബയോടെക്നോളജി 2 പഠിക്കുക, പിന്നെ ഓർഗാനിസം, പോപ്പുലേഷൻ പഠിക്കുക, പിന്നെ എക്കോസിസ്റ്റം പഠിക്കുക. ഓർഗാനിസം, പോപ്പുലേഷൻ, എക്കോസിസ്റ്റം ഒക്കെ സെയിം വെയിറ്റേജാ, പക്ഷെ പഠിക്കാൻ എളുപ്പം എക്കോസിസ്റ്റമാ. വേണമെങ്കിൽ ഓർഗാനിസം പോപ്പുലേഷന് മുമ്പ് വേണമെങ്കിൽ എക്കോസിസ്റ്റം പഠിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇത് ചെറിയ ചാപ്റ്ററാണ്, 7 മാർക്കാ കിട്ടുക. ഇത് അത്യാവശ്യം വലിയ ചാപ്റ്ററുമാണ്, കിട്ടുന്നത് സെയിം 7 മാർക്കാ. അപ്പം ചെറുതായി പഠിച്ചാൽ തന്നെ 7 മാർക്ക് കിട്ടുന്ന ചാപ്റ്ററിൽ ആദ്യം നോക്കുന്നത് നല്ലത്. എക്കോസിസ്റ്റം ആയിരിക്കും ഓർഗാനിസം പോപ്പുലേഷന് മുമ്പ് പഠിക്കുന്നത് നല്ലത്. ഓക്കെ, അപ്പൊ സാറേ എങ്ങനെയാ സാറേ പഠിക്കേണ്ടത്? ആദ്യം ബയോടെക്നോളജി 1 പഠിക്കുക. സെക്സ് റീപ്രൊഡക്ഷൻ പഠിച്ചവർ അവിടെ ഇരിക്കട്ടെ, നിങ്ങളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. പറ്റുന്നവരൊക്കെ ഇത് ലാസ്റ്റ് നോക്കിയാൽ മതി. ഇനി സെക്സ് റീപ്രൊഡക്ഷൻ അറിയാത്തവർ എന്ത് ചെയ്യണം? അത് 2ാമത് പഠിക്കണം. ബയോടെക്നോളജി 2 3ാമത് പഠിക്കണം. എക്കോസിസ്റ്റം ചെറിയ ചാപ്റ്ററാണ്, 7 മാർക്കും കിട്ടും, 4ാമത് പഠിക്കണം. ഓർഗാനിസം, പോപ്പുലേഷൻ കുറച്ചുകൂടെ കണ്ടന്റ് ഉണ്ട്, അത് 5ാമതേ പഠിക്കാൻ പാടുള്ളൂ. ഈ ഓർഡറിൽ വേണം മക്കളെ പഠിക്കാൻ. ഒരു ഐഡിയയും ഇല്ലാതെ പഠിക്കാൻ നിൽക്കല്ലേ, ഈ ഓർഡറിൽ വേണം പഠിക്കാൻ. സെക്സ് റീപ്രൊഡക്ഷൻ അറിയില്ല എന്തുമായിക്കോട്ടെ, പക്ഷെ ബയോടെക്നോളജി 1 നിന്നേ വേറെ ഏത് ചാപ്റ്ററിലേക്കും പോകാൻ പാടുള്ളൂ. ബയോടെക്നോളജി 1 പഠിച്ച് കലക്കി കുറുക്കി തലയിൽ കയറ്റി വെച്ചിട്ട് വേറെ ഏത് ചാപ്റ്ററുകളും പഠിക്കാൻ പാടുള്ളൂ മക്കളെ.
അപ്പോൾ ഇതാണ് വെയിറ്റേജ് വീഡിയോ. ഈ ഓർഡറിൽ നിങ്ങൾ ഓരോന്ന് പഠിച്ചുണ്ടാക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ലൈവ് കാണൽ മാത്രമല്ല. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, സാർ ഏതെങ്കിലും സൈറ്റിലെ നോട്ട് ഒന്ന് അയച്ചു തരാമോ, അല്ലെങ്കിൽ സാറിൻ്റെ കയ്യിലുള്ള സാറിൻ്റെ നോട്ട് ഒന്ന് അയച്ചു തരാമോ. എൻ്റെ പൊന്നുമക്കളെ, ഒരു നോട്ട് നോക്കി പഠിക്കാനുള്ള സമയമല്ല നിങ്ങളുടെ ഇത്. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പലരും എന്താ ചെയ്യുക, അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്നറിയാമോ മക്കളെ? ഈ ചാപ്റ്റർ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യും? ഏതെങ്കിലും നോട്ട് ഡൗൺലോഡ് ചെയ്യും, പഠിക്കും. ചെയ്യരുത്. ഈ ചാപ്റ്റർ അറിയില്ലെങ്കിൽ യൂട്യൂബിൽ ഈ ചാപ്റ്ററിന്റെ എത്ര ഡീറ്റെയിൽഡ് ലെക്ചറുകൾ ഉണ്ട്. എജുപോർട്ടിന്റെ തന്നെ ഒരുപാട് ഓർഗാനിസം പോപ്പുലേഷൻ ലെക്ചറുകൾ ഉണ്ട്. ആ ലെക്ചർ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക, ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കാണുക. ആ വീഡിയോ കാണുമ്പം ആ ടീച്ചർ എന്താണോ പഠിപ്പിക്കുന്നത് അത് നിങ്ങൾ നോട്ടിലേക്ക് മാറ്റുക. ഒരു സെപ്പറേറ്റ് നോട്ട് നിങ്ങൾ എവിടുന്നെങ്കിലുമൊക്കെ ഒപ്പിച്ചാൽ ആ നോട്ടിലിരിക്കുന്ന കണ്ടന്റ് വായിച്ചുണ്ടാക്കാൻ നിങ്ങൾക്ക് പിന്നീടും സമയം പോവുക ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ കാണുക, ആ വീഡിയോന്റെ ഒപ്പം മനസ്സിലാക്കുന്നതിന്റെ ഒപ്പം തന്നെ അങ്ങ് നോട്ടും എഴുതുക. അപ്പൊ മനസ്സിലാകുന്നതിന്റെ ഒപ്പം തന്നെ ഒരു നോട്ടും എഴുതാൻ പറ്റി. നോട്ടുമായി കൺസെപ്റ്റുമായി വീഡിയോ കാണുക, നോട്ട് എഴുതുക. നോട്ട് മാത്രം വായിച്ചാൽ കാര്യമില്ല മക്കളെ. നോട്ട് വായിച്ചു കഴിഞ്ഞ് ആ ചാപ്റ്ററിന്റെ NCERT എടുത്തിട്ട് ആ NCERTയിൽ ആ ചാപ്റ്ററിൽ എന്തൊക്കെ ഡയഗ്രാം ഉണ്ടോ ആ ഡയഗ്രാംസ് ഒക്കെ നോക്കുക. ഡയഗ്രാംസ് ഒക്കെ നോക്കി മാത്രം പോരാ. ആ ഡയഗ്രാംസും നോട്ടും കണ്ടന്റും ഒക്കെ വെച്ചിട്ട് ഇനി പോകേണ്ടത് അവനിലേക്കാ. അവനാണ് മക്കളെ മെയിൻ. അവന്റെ പേരെന്താ സാർ? PYQ. നോട്ട് പഠിച്ചെന്നിരിക്കട്ടെ, വീഡിയോ പഠിച്ചെന്നിരിക്കട്ടെ, ഡയഗ്രാം പഠിച്ചെന്നിരിക്കട്ടെ, അടുത്തത് എങ്ങോട്ടാ പോകേണ്ടത് അറിയാമോ? PYQ അറിഞ്ഞിട്ടേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. ഏത് ചാപ്റ്റർ? 5 ചാപ്റ്ററിന്റെ PYQ അറിഞ്ഞിട്ടേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ മക്കളെ. ഓക്കെ അല്ലേ ഗൈസ്? അപ്പൊ ഇങ്ങനെ വൃത്തിക്ക് പഠിക്കുക. ഓക്കെ, ഈ ഓർഡറിൽ പഠിക്കാൻ നോക്കുക, നോട്ട് ഉണ്ടാക്കുക, ഡയഗ്രാംസ് നോക്കുക, PYQ ചെയ്യുക. ഓക്കെ, സെറ്റാണ്. വേറെ ഒന്നുമില്ല. പലരും പറയും പഠിച്ചാലും മാർക്ക് കിട്ടുന്നില്ല സാറേ. ബയോളജി ആക്ച്വലി ഈസ് വെരി സിമ്പിൾ മക്കളെ. ഡയഗ്രാം പഠിക്കുക, നോട്ട് പഠിക്കുക, PYQ ചെയ്യുക. PYQ ചെയ്താലേ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നുള്ളത് മനസ്സിലാകുള്ളൂ. പിന്നെന്താ? കോൺസെൻട്രേഷൻ. അന്തം വിട്ട് ഓരോ ലൈവും കാണല്ലേ, മനസ്സിരുത്തി ഞാൻ ഇവിടെ ഉണ്ട്. അല്ലാതെ അയ്യോ ഓൻ എന്ത് ചെയ്യായിരിക്കും, വാലന്റൈൻസ് ഡേക്ക് അടുത്തല്ലോ, ഓനിപ്പോൾ എന്താ വാങ്ങിക്കൊടുക്കുക, അങ്ങുള്ള ചിന്താഗതി ഒന്നും വേണ്ട. മനസ്സിരുത്തി അങ്ങോട്ട് ലൈവ് കാണുക മക്കളെ. മനസ്സിരുത്തി കണ്ടാൽ പടച്ചോൻ മനസ്സറിഞ്ഞ് അങ്ങോട്ട് മാർഗം തരും. അത് വാങ്ങിച്ച് അടുത്ത നല്ല പരിപാടിക്ക്, നല്ല കോളേജിലൊക്കെ പോകാൻ, ലൈഫ് എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തികെട്ട കോളേജ് ജോയിൻ ചെയ്ത് നമ്മുടെ ശിഷ്ടകാലം കളയേണ്ടി വരും മക്കളെ. പറഞ്ഞില്ല എന്ന് വേണ്ട, നല്ല പോലെ പഠിച്ചോ. ഡയഗ്രാംസ്, നോട്ട്, കോൺസെൻട്രേഷൻ, കൺസെപ്റ്റ്, കോഡുകൾ ഉപയോഗിക്കുക, കമ്പയർ ചെയ്യുക, ഏതെങ്കിലും ഇതിലൊക്കെ പഠിക്കുക. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററൊക്കെ പഠിക്കാനുള്ള ഓർഡറൊക്കെ ഞാൻ പറഞ്ഞു. അതിനു മുമ്പ് ആദ്യം ചെയ്യേണ്ടത് എന്താ സാറേ? സ്വന്തമായിട്ട് പഠിക്കണം എന്നൊരു തോന്നലുള്ളിൽ വരണം. സ്വന്തമായിട്ട് പഠിക്കണം എന്നൊരു തോന്നലുള്ളിൽ ഉണ്ടാക്കുക. ആ തോന്നൽ ഉണ്ടാക്കിയാൽ ഏത് ടഫ് ചാപ്റ്റർ ആയിക്കോട്ടെ പുഷ്പം പോലെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ പറ്റും സാറേ. നല്ല പോലെ പഠിച്ചോ മക്കളെ. എജുപോർട്ട് ഉണ്ടടാ കൂടെ, ഞങ്ങളുണ്ടടാ കൂടെ. പിന്നെന്തിനാ പേടിക്കുന്നത്? ഒരു സഹായം കൂടെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഈ 5 ചാപ്റ്ററിൽ ഒരു ഏത് ചാപ്റ്ററാണ് സാർ ഏറ്റവും കൂടുതൽ ലൈവ് വേണ്ടത്? ഇങ്ങനെ അടുത്ത ഒരു അർജൻറ്റായിട്ട് തന്നെ ഇതിൽ ഏതാണ് ഞാൻ ഇനി വരുന്ന ലൈവുകളിൽ ആദ്യം നിങ്ങളെ വൃത്തിക്ക് പഠിപ്പിച്ച് തരേണ്ടത്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേടാ മക്കളെ. ഏത് ചാപ്റ്റർ നിങ്ങൾക്ക് ടഫ് എന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ലപോലെ പഠിച്ചോ മക്കളെ. പഠിക്കുന്ന ആരെയും ദൈവം കൈവിടാറില്ല. നല്ല മാർഗം തരുമോടാ. കഷ്ടപ്പെടാ. ഇനി കഷ്ടപ്പെടാനുള്ള സമയമാണ്. കൂട്ടുകാർ, സ്വന്തം കൂടിയിരിക്കുന്ന കൂട്ടുകാരൊക്കെ പഠനത്തിലേക്ക് തിരിഞ്ഞു. സ്കൂൾ ഉൾപ്പെടെ പഠനത്തിൻ്റെ ഒരു മോഡിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് നാളും കൂടെ ക്യാമ്പസ് ലൈഫൊക്കെ ഉള്ളൂ. അതിന് മുമ്പ് പഠിച്ച് വൃത്തിക്ക് പരീക്ഷയ്ക്ക് മാർഗം വാങ്ങിച്ച് നമുക്ക് ഇറങ്ങിപ്പോവാം. ഓക്കെ, അടിച്ചു പൊളിച്ചു പഠിച്ചോ. നമ്മളുണ്ടാ കൂടെ. നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങളും റെഡിയാടാ.